ഹേ ഹേ അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടി ഞാൻ വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ആ മാങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത മാങ്ങയിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പിടണം. ഓക്കെ, കല്ലുപ്പിട്ടതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാം. ആ മാങ്ങയിലേക്ക് ഉപ്പ് നല്ലപോലെ പിടിക്കണം. അതിനു വേണ്ടി ഒരു മണിക്കൂർ നമ്മൾ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നല്ലെണ്ണയിൽ കായം വറുത്തെടുത്തു. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്: വറുത്ത് പൊടിച്ച കായം, വറുത്ത് പൊടിച്ച കടുക്, കറിവേപ്പില, ചുവന്ന മുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഉലുവാപ്പൊടി കൂടി ആവശ്യമാണ്. ഇനി ഇതാ നമ്മുടെ കായം വറുത്തെടുത്ത നല്ലെണ്ണയാണ്. ആ നല്ലെണ്ണയിലേക്ക് കടുക്, കറിവേപ്പില, ചുവന്ന മുളക് ഇത്രയും ഐറ്റംസ് ഇട്ടു. ഇനി അടുത്ത സ്റ്റേജ് നമ്മൾ പൊടികൾ ഇടാൻ പോവുകയാണ്. പൊടികൾ ഇടുമ്പോൾ തീ കുറച്ച് വയ്ക്കണം. ഇതേ മുളക് പൊടി ചേർത്തു, ആവശ്യത്തിന് മുളക് പൊടി ചേർത്തു. ഒന്ന് ഇളക്കി കൊടുത്തത് ശേഷം ഉലുവാപ്പൊടി നല്ല സ്മെല്ല് കൊടുക്കും. ഉലുവാപ്പൊടി ഇട്ടു, മിക്സ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ പൊടിച്ചു വെച്ച കായം. ഓക്കെ, കായം നല്ലൊരു സ്മെല്ല് കൊടുക്കുകയെ. കായം ഇട്ടു, ഇളക്കി നമ്മുടെ മാറ്റി വെച്ച മാങ്ങ ഇടുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, മാങ്ങയിൽ വെള്ളം വന്നിട്ടുണ്ട് ഓൾറെഡി, ഉപ്പ് ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ വേറെ വെള്ളം ചേർക്കുന്നില്ല. ഇനി മാങ്ങ പൊടികളിലേക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അച്ചാർ ഓൾറെഡി റെഡി. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് കടുക്, പൊടിച്ചു വെച്ച കടുക് നമ്മൾ ഇടുകയാണ്. ഒരു തിക്നെസ് കൂടെ കൊടുക്കും കടുക്. ഒരു ടേസ്റ്റിയാണ്, എനിക്കിഷ്ടമാണ് അതങ്ങനെ കഴിക്കാനായി. ഇവിടെ അച്ചാർ റെഡി. ഈസി റെസിപ്പിയാണ് അല്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല ചുവന്ന കളറുള്ളൊരു അച്ചാർ. ഭയങ്കര ടേസ്റ്റിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, കണ്ടോ, നല്ല റെഡ് കളർ അച്ചാർ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.